അങ്ങനെ ഇറാൻ അമേരിക്ക ചർച്ച ഇതാ സ്വിറ്റ്സർലാൻഡിൽ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് മുമ്പാണ് ചർച്ച സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ മുന്നോടിയായിട്ടല്ല, അതിന് മുമ്പായിട്ട് പാകിസ്ഥാൻ്റെ പ്രതിനിധികൾ, പാകിസ്ഥാൻ്റെ വസീം മുനീർ ഉണ്ട്, അതുപോലെ തന്നെ ഷഹബാസ് ഷെരീഫ് ഉണ്ട്, പിന്നെ ഖത്തറിൻ്റെ പ്രതിനിധികളുണ്ട്. ഇവർ ഈ രണ്ടുപേരാണ് ഇതിൻ്റെ മധ്യസ്ഥത നിൽക്കുന്നത്. ഇവരുടെ ചർച്ച രണ്ടുപേരുടെയും അതായത് രണ്ടുപേരുമായിട്ടുള്ള ചർച്ചകൾ ഈ രാജ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി പരസ്പരമുള്ള ചർച്ചകളിലോട്ട് കടന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. കാര്യമായിട്ട് ഈ ചർച്ചകൾ പറയാൻ ധാരണാപത്രങ്ങളിലെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന സമഗ്രമായിട്ടുള്ള ഒരു കരാറിലേക്കാണ് ഈ കൂടിക്കാഴ്ച നയിക്കുന്നത് എന്ന് ഖത്തറിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, വാഷിങ്ടണും ടെഹ്റാനും തമ്മിലുള്ള അന്തിമ കരാറിൻ്റെ നിബന്ധനകൾ ചർച്ച ചെയ്യുന്നതായിട്ട് സാങ്കേതിക വിദഗ്ധ സമിതികളെ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് ഇനി 60 ഡേയ്സിലോട്ടാണ് അത് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാങ്കേതിക സമിതിനെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ചർച്ചയിൽ അന്തിമ കരാർ ഒപ്പിടുന്നത് വരെ ധാരണാപത്രം നടപ്പിലാക്കുന്ന നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക സമിതികളെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ല. സീസ്ഫയർ പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കണം. ലെബനോനിൽ കൊണ്ട് ഇസ്രായേൽ ബോംബിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ അതോടെ തീരോടുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ ചർച്ചയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട കക്ഷികളുമായിട്ടും ചേർന്ന് തുടർന്ന് പ്രവർത്തിക്കും ഖത്തർ എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് JD വാൻസ് വന്ന് വി ലവ് പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവങ്ങളുണ്ട്. പാകിസ്ഥാനെ ഭയങ്കരമായിട്ട് ഇതിൽ പ്രൊമോട്ട് ചെയ്ത് വരുന്നുണ്ട്. കാരണം ഒരു ഭീകരരാജ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ത്രെട്ടായി നിൽക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഭീകര സംഘടനകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുള്ളതും. പക്ഷേ ആ പാകിസ്ഥാൻ തന്നെ സമാധാന ചർച്ചയ്ക്ക് അവിടെ എത്തുന്നതും, അല്ലെങ്കിൽ ഏത് വിധേന ഇപ്പോൾ US-ൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അമേരിക്കേൻ്റെ ഇടയിൽ സംസാരിക്കാൻ പാകിസ്ഥാന് വോയിസ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ ഒരു പോളിസി, ഒരു ഫോറിൻ പോളിസിയിൽ പാകിസ്ഥാൻ്റെ വില നല്ല രീതിയിൽ കൂടുന്നുണ്ട് ഈ ഒരു കാരണത്താൽ. കാരണം അത്രയും വിശ്വസിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരാളുകളാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ആ രീതിയിലാണ് പാകിസ്ഥാൻ്റെ ഒരു ഇമേജ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ JD വാൻസ് പറഞ്ഞു പോകുന്നൊരു ഇതുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചിടക്കേക്ക്. അതായത് അതിൽ മാധ്യമപ്രവർത്തനം ചോദിക്കുന്നത് പാകിസ്ഥാൻ്റെ റോൾ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നാണ് പറയുന്നത്. വെരി ഗുഡ്, വി ലവ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ JD വാൻസ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഒരു പാകിസ്ഥാനിന് നയതന്ത്രപരമായിട്ടുള്ള പ്രൊമോഷൻ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ മീഡിയകളിലും. അതുപോലെ തന്നെ ഒരു ഇൻ്റർനാഷണലി അവരുടെ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എത്രത്തോളം ഇത് എന്താ പറയുക, ചർച്ചയുടെ അന്തിമഘട്ടത്തിലോട്ടെത്തുമ്പോൾ ഇത് ഫലം ഉണ്ടാവും, അല്ലെങ്കിൽ ചർച്ച കഴിഞ്ഞ് നെക്സ്റ്റ് മണിക്കൂർ തന്നെ ഇസ്രായേൽ വീണ്ടും അവിടെ കയറി ബോംബിടുന്നൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയണം കേട്ടോ. കാരണം ഇസ്രായേലാണ് അമേരിക്ക, അങ്ങനെ ഇസ്രായേലിനെ ഏത് രീതിയിലാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് നെതന്യാഹുവിനെ തള്ളി പറഞ്ഞുകൊണ്ട് അതായത് ഇന്ത്യയിൽ ഇവർ എന്തൊക്കെ ഇതുണ്ടെങ്കിലും പച്ചക്ക് നെതന്യാഹുവിനെ തള്ളി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്രായേൽ ഇപ്പോൾ കാണിക്കുന്ന കാര്യങ്ങളെ, ലെബനോനിൽ കാണിക്കുന്ന കാര്യങ്ങളെ, അല്ലെങ്കിൽ യുദ്ധത്തിനെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇത്ര സ്ട്രോങ് ആയിട്ട് അതായത് അവർ ഇൻഡയറക്ട്ലി സംസാരിക്കാറുണ്ടായിരുന്നെങ്കിലും ഇത് പച്ചക്ക് പറയാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? അതിൽ വലിയൊരു ഒരു നിഗൂഢത ഇല്ലേ എന്നൊക്കെ ഉള്ളത് സത്യത്തിൽ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പം ഇന്നിപ്പം ഇസ്രായേലിൻ്റെ ചാനൽ 12 ആണെന്ന് തോന്നുന്നുണ്ട് ഒരു കാര്യം പുറത്ത് വിട്ടിട്ടുണ്ട്. അതെ, ഇസ്രായേലിൻ്റെ ചാനൽ 12 വന്നൊരു റിപ്പോർട്ട് ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക്. ഓൾറെഡി ഈ വരുന്ന സമയങ്ങളിൽ നെതന്യാഹുവിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൽ ഇലക്ഷൻ ആക്കാൻ പോകും. ഇലക്ഷൻ നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ തൻ്റെ വിചാരണക്ക് വിളിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുമാണല്ലോ ഇതിങ്ങനെ നീക്കി കൊണ്ടുപോകുന്നത്. പക്ഷേ എന്തായാലും അവിടെ ഒരു ഇലക്ഷൻ നടക്കും. ഈ ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു രീതിയിൽ നെതന്യാഹുവിൻ്റെ പാർട്ടി അവിടെ ജയിക്കില്ല എന്നുള്ളത് 100% എല്ലാവരും ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടി ജയിച്ചു വരാൻ പോകുന്നുള്ളൂ. ഈ നെതന്യാഹുവിനെ മൂടി താങ്ങി നടന്ന് ഈ ഒരു സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉള്ള സപ്പോർട്ട് ഇല്ലാത്ത രീതിയിൽ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ ഒരു രീതിയിലും കഴിയില്ല. അപ്പം ചാനൽ 12 വന്നിട്ടുള്ള ന്യൂസ് ഇങ്ങനെയാണ്. ട്രംപിൻ്റെ ഭരണകൂടം ഓൾറെഡി പ്രതിപക്ഷ നേതാക്കളുമായിട്ടുള്ള ചർച്ചകൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ബാക്ക് എൻഡ് കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബെൻഗ്വിറിനെയും അല്ലെങ്കിൽ നെതന്യാഹു പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വില കൊടുക്കാത്തത് എന്നുള്ളതിൻ്റെ കാരണം, ഇതിൻ്റെ പിന്നിലൂടെ ഈ പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് അമേരിക്ക ഓൾറെഡി ചർച്ച നടത്തിയിട്ടുണ്ട്. ഇനി വരുന്ന ഇലക്ഷൻ വന്നു കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ ജയിച്ചു വരും എന്നുള്ളത് അമേരിക്കയ്ക്ക് വ്യക്തമാണ്. അപ്പം ആ സമയത്ത് അവരുമായിട്ടുള്ളൊരു ടൈപ്പ്, അല്ലെങ്കിൽ അവരുമായിട്ടാണ് ഇനി ഇവിടുന്ന് പിന്നെ അങ്ങോട്ടുള്ള വർഷങ്ങൾ 4-5 വർഷങ്ങൾ മുന്നോട്ട് പോകാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബേസാണ് അമേരിക്ക ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നെതന്യാഹുവിനെ തള്ളി പറയുന്നതാണ് ചാനൽ 12 വന്നിട്ടുള്ള ഈ ഒരു വാർത്ത. അതായത് പ്രതിപക്ഷ നേതാക്കളായിട്ടുള്ള നെഫ്തലി ബെന്നറ്റ്, അതുപോലെ ഗാഡി ഐസക്കോട്ട് എന്നിവരുമായിട്ടാണ് രഹസ്യ ചർച്ചകൾ അമേരിക്ക ചെയ്തിട്ടുള്ളത്. ഈ 2026 ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന ഇസ്രായേൽ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ മറികടക്കാനുള്ള എല്ലാ പരിപാടികളും അമേരിക്ക പുറത്തുകൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിച്ച അമേരിക്ക ഇറാനോണ്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ലെബനോനോടും ഒക്കെ താല്പര്യം അല്ല. അത് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ വന്നു കഴിഞ്ഞാലും അവരുടെ അജണ്ട ഇറാൻ അടിക്കണം, ഇത് തന്നെയാണ്. അതായത് ഇസ്രായേലിനുള്ളിൽ നടക്കാം. പക്ഷേ നെതന്യാഹുവിനെ മാറിയിട്ട് അവിടുത്തെ ആ ഒരു പാർട്ടി മാറിയിട്ട് അവിടെ നെക്സ്റ്റ് പാർട്ടി വിട്ടിട്ട് കയറി വരും.
അപ്പോൾ ആ കയറി വരുന്ന പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അമേരിക്ക ഇപ്പോഴും അവരായിട്ട് കൈ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നെതന്യാഹുവിനെയും ബെൻഗുയറിനെയും ഇവരെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് JD വാൻസും ട്രംപും ഒക്കെ ഇപ്പോൾ രംഗത്തോട്ട് വന്നിട്ടുള്ളത്. അപ്പം നെതന്യാഹുവിന് പകരക്കാരനാകാൻ സാധ്യതയുള്ള പ്രമുഖ നേതാക്കളാണ് ബെന്നറ്റും അതുപോലെ എസൻകോട്ട്. ഈ രണ്ടുപേരാണ് ചാൻസ്. അതായത് നെതന്യാഹു മാറിക്കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ ആവാൻ ചാൻസ് ഉള്ളത് ഇവരായതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് അതായത് ഐസൻകോട്ടിൻ്റെ ഈ യഷാർ പാർട്ടി വോട്ടെടുപ്പുകളിൽ മുന്നേറ്റം, അതായത് യഷാർ പാർട്ടിയാണ് ഇപ്പോൾ അവിടുത്തെ ഈ പ്രിലിമിനറി വോട്ടെടുപ്പിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് അവരായതുകൊണ്ടും, കൂടാതെ ലാപ്പിഡ് ഗൻഡ്രസ് ലിബൻമാൻ എന്നിവരുമായി ചേർന്ന് ബെന്നറ്റ് നേതൃത്വത്തിലുള്ള മാറ്റത്തിന് അതായത് ചേഞ്ച് ബ്ലോക്ക് ഏകോപന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതായത് അവിടുത്തെ ഇലക്ഷൻ്റെ കാര്യങ്ങളായിട്ട് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ പല പരിപാടികളും നടക്കുന്നുണ്ട്. അതിന് അമേരിക്കയുടെ സപ്പോർട്ട്, അമേരിക്ക അവരുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം യുദ്ധത്തിൻ്റെ ഈ ഒരു കരാറ് പോലും എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തി അമേരിക്കയ്ക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ഫണ്ടിങ് വേറെ നടക്കണം. ഇപ്പോൾ ഇസ്രായേലിലെ തെരഞ്ഞെടുപ്പിൽ അമേരിക്ക ഫണ്ട് ചെയ്യും, അമേരിക്ക അതിൻ്റെ ഒരു ഭാഗമാവും. അപ്പോൾ അമേരിക്കക്ക് ബെഞ്ചമിൻ നെതന്യാഹു മാറി നെക്സ്റ്റ് വരുമ്പോഴേക്കും അവരുമായിട്ട് ടൈപ്പ് ആയിട്ട് മുന്നോട്ട് പോകണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേലിൽ തന്നെ ജനങ്ങൾ അവർക്ക് വ്യക്തമായിട്ടുണ്ട് ഇതാണ് കാര്യം അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിട്ട് അല്ലെങ്കിൽ അമേരിക്കക്ക് അങ്ങോട്ട് മനസ്സലിഞ്ഞിട്ട് എന്താ പറയുക ഇറാനികളോട് സ്നേഹമൂത്തതൊന്നുമല്ല. ഇതാണ് ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് കാണുന്നത്. അപ്പോൾ ഇനിയിപ്പം അവിടെ ഇത് നടക്കട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ചർച്ച നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ, സമാധാനം പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവട്ടെ, ലോകരാജ്യങ്ങൾ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മാറാൻ പറ്റട്ടെ. അതായത് ചർച്ചയുടെ ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പം ഇതുവരെയുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോ പറഞ്ഞത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.